എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാ എൽഡർ ബ്രദർ സെന്റർ. ഇനി വേറൊരു മാനസികാവസ്ഥ ഉണ്ട്. ഇവിടെ കൂടെ നടന്നോ മുങ്ങോന്ന് ചിന്തിക്കുമ്പോൾ വേറൊരുത്തൻ യങ്ങർ ബ്രദർ സിൻഡ്രോം എന്നാണ് ഞാൻ അതിന് പറയുന്നത്. അതിന് 2 സ്റ്റേജുണ്ട്. ഒന്ന് ലൂക്കോസ് 15:17 പറയുന്നുണ്ട്, സുബോധം വന്നിട്ടെന്ന്. എന്ന് പറഞ്ഞാൽ സുബോധം വരുന്നതിന് മുമ്പ് അവൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ അവൻ ചിന്തിച്ചത്? അവൻ ചിന്തിച്ചു എന്താ ചിന്തിച്ചേ? അവൻ ചിന്തിച്ച ഒറ്റ കാര്യം, എല്ലാ സന്തോഷവും കിട്ടുന്ന പുറത്തു നിന്നാണ് അവൻ ചിന്തിച്ചു. അവൻ ചിന്തിച്ചു മണി ഈസ് ദ കീ ടു എവരിത്തിങ്. എല്ലാത്തിന്റെ ആധാരം പറ. ഈ ഓസ്ട്രേലിയൻ ഡോളറിനൊന്നും ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്ന വരത്തില്ല, അത് ചിന്തിച്ചോണം. സ്വത്രം. അമേരിക്കൻ ഡോളറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് അമേരിക്കക്കാർക്ക് മനസ്സിലായ ഒരു ദിവസം കോവിഡ് വന്ന് പിടഞ്ഞപ്പോഴാണ് വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ വിളിച്ചത് അമേരിക്കന്ന. ആ സമയത്ത് പലർക്കും മനസ്സിലായി ഡോളറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ സുബോധമില്ലാതെ ഇങ്ങനെ ഓടി നടന്നപ്പോ ഓവർ ടൈം എന്ന് പറഞ്ഞ് ഓടുമ്പോ അവന്റെ ചിന്ത മണി ഈസ് ദ കീ ടു, എല്ലാറ്റിന്റെ ആധാരം. എന്നിട്ടേക്ക് ഒരു ധാഷ്ട്യമുണ്ട്, ഐ ക്യാൻ ഹാൻഡിൽ എവരിത്തിങ്, ഐ വിൽ മാനേജ്, ഐ ക്യാൻ. സ്തോത്രം. പക്ഷേ നമ്മുടെ ഭാഷ പറഞ്ഞ 8ന്റെ പണി കിട്ടിയപ്പോ എന്ന് പറഞ്ഞാൽ 8ന്റെ പണി എന്ന് പറഞ്ഞ പ്രിൻസിപ്പാസ് പറഞ്ഞത് ഇങ്ങനെ കറങ്ങും, ഇനി ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോഴാ മനസ്സിലായേ എന്താ സുബോധം വന്നു. ഇപ്പോഴേലും സുബോധം വരട്ടെ. സുബോധം വന്നപ്പോ അവന് മനസ്സിലായി. അയ്യോ, പത്രോസിന് മനസ്സിലാകാത്തത് അവന് മനസ്സിലായി. പാസ്റ്ററെ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആകാ. ഇപ്പൊ പ്രസംഗിക്കാൻ അറിയാവുന്നോണ്ടോ 11 വയസ്സ് മുതൽ പ്രസംഗിച്ചോണ്ടോ ഒന്നും യേശുവിനെ അറിയണമെന്നില്ല. അങ്ങനൊക്കെ അറിയാൻ പറ്റുന്ന ഒരാളാ കർത്താവെങ്കിൽ 1 ശമൂവേൽ 3:7 ആ വാക്യം ഒന്ന് മോനെ സ്ക്രീനിൽ ഇട്ട് തരാൻ സൗകര്യം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി പോട്ടെ. 3:7 1 ശമൂവേൽ ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 3 വേഴ്സസ് 7. 3:7 ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. 3:7 ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ആദ്യം ഓർത്തു, ശമൂവേലിന് തിരുവല്ലായി വെച്ചെങ്ങാണ്ട് ആരാണ്ട് ആ ട്രാക്ട് കൊടുത്തു. ഏത് ട്രാക്റ്റാ? നമ്മൾ കൊടുക്കുന്ന 2 ട്രാക്ട് ഉണ്ടല്ലോ. ഒന്ന് നിങ്ങളാരും കൊടുക്കാറില്ലാത്തവരാ. പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച നമ്മളല്ല, നമ്മുടെ ആൾക്കാര് പണ്ട് കൊടുക്കത്തില്ലായിരുന്നു 2 ട്രാക്ട്. ഏതൊക്കെയാ ബ്രദറെ? ഒന്ന് തമ്പിയുടെ ഹൃദയം, മറ്റൊന്ന് യേശു ആര്. ഞാൻ സ്ഥിരം ട്രാക്ട് കൊടുക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ അടുത്ത സമയത്ത് തിരുവല്ല വെച്ച് യാദൃച്ഛയായിട്ട് അവരൊക്കെ ഒരു ട്രാക്ട് കൊടുത്തു, യേശുവാര്. ആ ട്രാക്ട് മേടിച്ച ചൈൽഡ് ഹെഡിങ് വായിച്ചു നോക്കി. എന്നിട്ട് എന്നോട് യേശുവാരാന്ന് നിങ്ങൾക്കറിയത്തില്ല, പിന്നെ എനിക്കങ്ങനെ അറിയാവുന്നത്. ഇപ്പൊ പാസ്റ്റർ പരിചയപ്പെടുത്തില്ല 30. ഇതൊന്നും അല്ല. ഈ കൺവെൻഷനൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ വടിവത്ത മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. യേശു ആരാന്ന് ചോദിച്ചാൽ 5 മിനിറ്റ്. ഇത് ഈ പിള്ളേർക്കൊന്നും മനസ്സിലാത്തോടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. യേശു ആരാന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് പറയും. നിത്യനിർണയ പ്രകാരം പിതാവിനാൽ അഭിഷിക്തനായി കാലത്തിന്റെ തികവി കന്യകയെ ജാതനായി കാനാവിന്ന് കാൽവറി വരെ തന്റെ പ്രവർത്തികൾ തികച്ചെടുത്ത് 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശും ചുമന്ന് 14 പ്രാവശ്യം വീട് എഴുന്നേറ്റ് കാൽവറിയിൽ കിടന്നു എന്ന് കാൽക്കരം കാലിരും പണിക്ക് വിരിച്ചു കൊടുത്ത് കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പമുള്ള കല്ലറയുടെ വാതിൽ ഉരുട്ടി ഉയർത്തെഴുന്നേറ്റ്. ഇത്രയെല്ലാം കാണാതെ പിടിച്ചതാ, അല്ലാതെ ഇത് ജന്മന കിട്ടിയൊന്നും അല്ല. ഇതെല്ലാം പറയാൻ അറിയാവുന്ന എന്നോട് ഇങ്ങനെ ഇരിക്കുക, യേശു ആരാന്ന് നിങ്ങൾക്കറിയത്തില്ല, പിന്നെ എനിക്കെങ്ങനെ? അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, പ്രസംഗം അറിയാവുന്നതുകൊണ്ട് യേശുവിനെ അറിയാൻ പറ്റും? പാസ്റ്ററെ, അങ്ങനെ അറിയാൻ പറ്റുന്ന ആളാ യേശുവെങ്കിൽ 3:1 എന്താ എഴുതിയിരിക്കുന്നത്? ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. 3:1 3:7 കൂടെ ഒന്നിച്ചൊന്ന് വായിച്ചേ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ശമൂവേൽ അന്ന് വരെ യഹോവയെ. എന്റെ പ്രിയപ്പെട്ടവരെ, അറിയാതെ ചെയ്യരുത്. അറിയാതെ ചെയ്താൽ ഇത് അബദ്ധ. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്തും. ഈ പാസ്റ്റർ ഒരു സമയം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമായില്ലല്ലോ, എനിക്ക് സമയമായി. ഞാൻ നിർത്തുന്നതിന്റെ കാര്യം, ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചു. ഇംഗ്ലണ്ടിലെ ഒരു പള്ളി കുറെ കുരുത്തം കെട്ട പിള്ളേരെല്ലാം കൂടെ പള്ളിയുടെ മുമ്പ് ഒരു നോട്ടീസ് ബോർഡ് എഴുതി വെച്ചു. അത് എഴുതി വെച്ചിരിക്കുക, സമയത്ത് പ്രസംഗിച്ച് തീർക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് പിന്നീട് വീണ്ടും വരാമെന്ന്. അതുകൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് നിർത്തിയേക്കാം. പക്ഷേ
ഈ അറിയാതെ ആരാധിക്കൊന്നും ചെയ്യരുത്, അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ എൻ്റെ റാന്നിക്കാർ ഒത്തിരി പേരിരിപ്പുണ്ട്. അമ്മച്ചിയുടെ അടുക്കലൊന്നും ചെന്ന് പറഞ്ഞേക്കല്ലേ, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. എൻ്റെ വൈഫിന്റെ വല്യമ്മച്ചി റാന്നി പുത്തമ്പരക്കാരെന്ന് പറയുന്നത് അപ്പച്ചൻ അവിടുത്തെ പഴയ RT ഓഫീസിന്റെ ഏജന്റ് ആയിരുന്നു. ഏതായാലും അപ്പച്ചൻ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചന്റെ വണ്ടി ഇവിടെ ചുമ്മാ കിടക്കുന്നു. അന്നേരം അമ്മച്ചിയോട് ആരാണ്ടൊക്കെ ചോദിച്ചു, കൊച്ചമ്മ ഈ വണ്ടി ഇവിടെ ഇട്ടേച്ച് കൊച്ചമ്മ ഇങ്ങനെ ഈ ഓട്ടോക്കാരുടെ എല്ലാം കൂടെ കാല് പിടിച്ച് യോത്തിനും മാർക്കറ്റിലും ഒക്കെ പോകുന്നില്ലെന്നല്ല, കൊച്ചമ്മയ്ക്ക് ഇത് പഠിക്കരുത്. അപ്പൊ അമ്മച്ചിക്ക് തോന്നി പഠിക്കണമെന്ന് 4 ഡ്രൈവിംഗ് സ്കൂൾ മാറി പഠിച്ചു. പക്ഷെ പഠിക്കേണ്ട പോലെ ഒന്നും എന്ത് ചെയ്തില്ല, പഠിച്ചില്ല. പക്ഷേ അപ്പച്ചന്റെ ഏജൻസിയുടെ കെയർ ഓഫിൽ ലൈസൻസ് കിട്ടി. ലൈസൻസ് വീട്ടിൽ ഇങ്ങനെ അമ്മച്ചി വെച്ചിട്ട് അമ്മച്ചിക്ക് ഭയമാണ് ഓടിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ ഭാര്യയെ ആദർച്ചയായിട്ട് വീട്ടിൽ ചെന്നേ അമ്മച്ചിൻ്റെ അടുത്ത് എന്തോ തപ്പി എന്ന കൂട്ടത്തിൽ അവള് ലൈസൻസ് കണ്ടപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ലൈസൻസ് ഉണ്ടായിട്ട് അമ്മച്ചി എന്നെ വണ്ടി ഓടിക്കാത്ത. അങ്ങനെ അമ്മച്ചി യഥാർത്ഥത്തിൽ അമ്മച്ചിയുടെ സങ്കടം പറഞ്ഞു, എടി മോളെ, എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഓടിക്കണമെന്ന്. പക്ഷെ വണ്ടിയിലോട്ട് കയറി സ്റ്റിയറിങ്ങിലോട്ട് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് എന്താ ഞാനങ്ങ് മറന്നു. അന്നേരം അവള് പറഞ്ഞ അത്രേ ഉള്ള കാര്യം, ഞാനൊരു കാര്യം ചെയ്യാം, എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം ഞാനിങ്ങനെ ഒരു 3-4 കളർ മഷി പേന കൊണ്ട് ഒരു A4 സൈസ് ഷീറ്റ് പേപ്പറിൽ എഴുതി തരാം. അമ്മച്ചി അത് സ്റ്റിയറിങ്ങിലോട്ട് ഒട്ടിച്ചു വെച്ച് എന്ത് ചെയ്താൽ മതി, ഓടിച്ചാൽ മതി. അങ്ങനെ അവൾ എഴുതി കൊടുത്തു. അമ്മച്ചി ഇത് ഒട്ടിച്ചു, ഓടിച്ചു. സംഭവിച്ചത് നെല്ലിക്കവണ്ണ IPC കൂടുന്ന പുല്ലിലെ അച്ഛൻ്റെ വീടിന്റെ മതിലല്ല അമ്മച്ചിയുടെ വണ്ടി ചെന്നിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അമ്മച്ചി രക്ഷപ്പെട്ടു. വണ്ടി മൊത്തം പോയി. അമ്മച്ചി ഇവളെ വിളിച്ചു, എടി ഞാൻ ലണ്ടനിലുള്ള മോനോട് എന്തോ പറയാം, അവന്റെ വണ്ടി മുഴുവൻ പോയി. അന്നേരം ഇവൾ അതിനെക്കാട്ടി ചൂടായിട്ട്, അതെന്തിനാ കൊണ്ട് ഇടിപ്പിച്ചത്, ഞാൻ എഴുതി തന്നതല്ലേ, അത് നോക്കി അങ്ങ് ഓടിച്ചാൽ പോരായിരുന്നു. അമ്മച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, നീ എഴുതിയതെല്ലാം കൂടെ വായിക്കാൻ പോയോണ്ടാ എനിക്ക് ഇത്രേ അബദ്ധം പറ്റിയ. അപ്പൊ ഇത് എഴുതി വായിക്കേണ്ട സംഗതിയല്ല, ഇത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഇത് കൂടെ നടന്നാലൊന്നും അറിയത്തില്ലച്ചാ. ഇത് ഞാൻ ഈ ചെറുക്കനോട് ചോദിച്ചടാ, നീ പോകുന്നത് മെൽബണിലോട്ടല്ല പോകുന്നത്. മെൽബണിൽ ഞാൻ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ വിന്നിപ്പ സൈലോടെ വരുന്നു, സുനിൽ ബ്രദർ ഈലോടെ വരുന്നു, എന്തോ ആഘോഷവും ബഹളവും. നോക്കിക്കേ, ഈ പയ്യൻ എങ്ങോട്ടാ പോകുന്നത് വായിച്ചു നോക്കണം. ആവർത്തന പുസ്തകം 21:18 അല്ലെ, അവിടെ ന്യായപ്രമാണത്തിൽ ഒരു നിയമം നിപ്പുണ്ട് അല്ലെ. എന്താ ന്യായപ്രമാണം? ഇതൂടെ വായിച്ച് ഞാൻ നിർത്തുക. അപ്പന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ അവർ ശാസിച്ചാലും അനുസരിക്കാതെ ഇരിക്കുന്ന ഷടനും മത്സരിയുമായ ഒരു മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാരവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കെ കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നുവെന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവന്റെ പട്ടണക്കാരെല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇത് ന്യായപ്രമാണ നിയമം. ആവർത്തനം 21:18-22 വായിച്ചു. ഓസ്ട്രേലിയയിലെ നിയമം ഇങ്ങനെയാണോ? അല്ല, ആണോ എനിക്കറിയത്തില്ല. കാനഡയില് പിള്ളേർക്കാ പ്രിഫറൻസ്. പിള്ളേര് പറയാ, പോലീസിനെ വിളിച്ചു പറഞ്ഞ, UK-ലും അങ്ങനെ. ഇവിടെ അങ്ങനാണോ എന്ന് എനിക്കറിയത്തില്ല, പോട്ടെ. പക്ഷെ ന്യായപ്രമാണത്തിലെ നിയമം നേരെ തിരിച്ച. അപ്പനും അമ്മയും പറയാ, ഇവൻ ഈയിടെയായിട്ട് ഉഴപ്പാന്ന് പറഞ്ഞ അന്നേരം പട്ടണക്കാരെല്ലാം എന്ത് ചെയ്യണം, കല്ലെടുത്തെറിയണം. ഇങ്ങനെ നിയമമുള്ള നാട്ടിൽ ലൂക്കോസ് 15-ലെ ചെറുക്കൻ ഇങ്ങനെ ഓടി വരുക. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നാ നിനക്ക് എവിടെ സുബോധം വന്ന്, നീ എങ്ങോട്ടാ പോന്നെ? എന്നിട്ട് കൂടെ നിൽക്കുന്നോ മുങ്ങുന്നത് കണ്ട് പേടിച്ചലറുമ്പോ, നിനക്കെന്നെ ഇത്രയും ധൈര്യം? അന്നേരം അവൻ എന്നോട് പറയാ, എനിക്കൊരപ്പനെ അറിയാം കേട്ടോ, എൻ്റെ അപ്പനെ എനിക്കറിയാം. അറിയാവുന്നവരെയൊക്കെ ഓർത്ത് ബാ സ്തോത്രം ഷബാരാധ. ദൈവത്തെ സംബോധന ചെയ്യുന്ന 430 പദം ബൈബിളിലുണ്ട്. അതിനകത്ത് ദൈവത്തെ നമുക്ക് വിളിക്കാൻ പറ്റും അപ്പ. ഈ അപ്പന്റെ പ്രത്യേകത എന്താ? ലൂക്കോസ് 15 നോക്കിക്കോണം. ദൂരത്തുനിന്ന് അപ്പനവനെ കണ്ടു. എന്താ? അപ്പൊ അപ്പനൊക്കെ വേണ്ടത് അടുത്ത കാഴ്ചയല്ല, അപ്പനും അമ്മയ്ക്കും വേണ്ടത് ദൂരക്കാഴ്ചയാ. ഇന്ന് കൊച്ചിച്ചിരി അബദ്ധ സഞ്ചാരം നടത്തുന്നതും കണ്ട് ഭയപ്പെടുന്നതും വേണ്ട. നാളെ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് വിശ്വാസത്താൽ കാണാൻ കഴിയുന്ന അപ്പൻ ഓടി വരും. ആ അപ്പൻ, ഞാൻ ചോദിച്ചു, ഈ പ്രായത്തിൽ എന്നാത്തിനാ ഓടുന്നത്? എന്നോട് പറഞ്ഞു, ദണ്ട് ഈ വരുന്നതുണ്ടല്ലോ എൻ്റെ മോന, അങ്ങൂന്ന് വരുന്നത് എൻ്റെ മോനാ. ഞാൻ അവനെ വന്ന് കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും
ആരെങ്കിലും അവനെ കണ്ടാൽ അവരവനെ കല്ലെടുത്തെറിയും. ഇല്ല, അവന്റെ ദേഹത്തൊരു തരി മണ്ണ് പോലും വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി പാപാന്ധകാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി സമർപ്പിതനായി തീർന്നവനെ ഓർക്കുമ്പോൾ നന്ദിയോടപ്പാന്ന് വിളിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. അടുത്ത 2-3 മിനിറ്റ് എഴുന്നേറ്റ് പോകാനുള്ള സമയമല്ല. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ നിനക്ക് വേണ്ടി ഓടി വരുന്ന അപ്പനെ ഒന്ന് കണ്ടാട്ട്. സ്വർഗ മഹിമകളെ വിട്ടേച്ച് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവൻ. യോഹന്നാൻ കണ്ടതിൽ ഏറ്റവും വലിയ കാഴ്ചയാ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. നിന്നെ അനാഥനാക്കാനല്ല, നിന്നെ വീട്ടിലേക്ക് ചേർക്കാനാവാൻ വന്നിരിക്കുന്നത്. മകനായിട്ട് ശബാരാധാര രാജവസ്ത്രം ധരിപ്പിക്കാൻ, അവസ്ഥ മാറ്റാൻ, സ്ഥിതി മാറ്റാൻ. എല്ലാ കണ്ണുമടച്ചോ. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ ഒന്നും നോക്കണ്ട. പത്രോസിന് അറിയാത്തൊരു കാഴ്ചപ്പാട് ഇന്ന് രാത്രികാലം എനിക്കൊരു അപ്പനുണ്ടെന്ന് ഉറപ്പുള്ളവരൊക്കെ ആ കര ഉയർത്തിപ്പിടിക്കാവുന്നതിന്റെ മാക്സിമം ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബാര അപ്പാന്ന് ഉറക്കെ വിളിക്കുക. പാസ്റ്റർ, ഈ പ്രസംഗം എന്നെ സ്പർശിച്ചു പാസ്റ്റർ. ഇന്നലെയുടെ ഭയം, ഇന്നിന്റെ ഭയം, നാളെയുടെ ഭയം, പക്ഷേ ഇതിനകത്തുനിന്നെല്ലാം എന്നെ പുറത്തു കൊണ്ടുവരാൻ എനിക്കൊരപ്പൻ. Because he lives, I can face tomorrow. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഉറപ്പുണ്ട്? ഉറക്കെ വിളിക്കുന്നു. അപ്പാന്ന് ഉറക്കെ വിളിക്ക. ഇന്ന് രാത്രി അപ്പൻ നിന്നെ കെട്ടിപ്പിടിക്കുന്ന രാത്രിയാ. Because he lives, എഴുന്നേക്കാമോ? ഇരിപ്പിടങ്ങളിൽ നിന്ന് I can എഴുന്നേക്കാമോ? face tomorrow.